പത്രം മാറ്റി പുത്തൻ പ്രമോൽ നമ്മുടെ അനാമികയും അമ്മയും കൂടി വന്നിട്ട് നമ്മുടെ എന്താ പറയാ മൂർത്തി സാറിനെ ഭയങ്കര സോപ്പിലിട്ട് ചാക്കിലാക്കുകയാണ്. എന്നിട്ട് മൂർത്തി സാറിന്റെ കയ്യൊക്കെ മുത്തശ്ശന്റെ കയ്യൊക്കെ ഇങ്ങനെ അനാമിക ഇങ്ങനെ തടയി കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ രേവതി നമ്മുടെ അമ്മ പറയുന്നുണ്ട്, നമ്മുടെ അനാമികയുടെ അമ്മ പറയുന്നുണ്ട് നമ്മുടെ മൂർത്തി സാറിന്റെ അടുത്ത്, ഇങ്ങനെ ഒരുമിച്ച് കൂട്ടത്തോട് കിടക്കുമ്പോഴാണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്, എല്ലാവർക്കും അങ്ങോട്ട് ഭാഗം വെച്ച് കൊടുക്കണം സാർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എല്ലാവർക്കും ഭാഗം കൊടുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം, പക്ഷേ മൂർത്തീസ് ജ്വല്ലറി അത് ആദർശിന് മാത്രമുള്ളതായിരിക്കും, അവനെ അത് നടത്താൻ പറ്റുകയുള്ളൂ എന്നൊക്കെ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ കടുപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്തെ നമ്മുടെ ദേവ്യാനി ആണെങ്കിൽ ഈ ഒരു 41 ദിവസം വ്രതം കഴിഞ്ഞ് മലയ്ക്ക് പോയി തിരികെ വരുമ്പോൾ വീണ്ടും ആദർശൻ അതിനെ ഒന്നിക്കുമല്ലോ, അവിടെയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഒന്നിപ്പിക്കാതിരിക്കാനുള്ള വഴികൾ ഇങ്ങനെ ഇപ്പോഴേ തപ്പി നടക്കുക കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ജലജ അനാമികയുടെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പോഴേ ഏട്ടത്തിക്ക് മരുമകളെ വെറുപ്പാണ്, പക്ഷെ ഏട്ടത്തെ വിശ്വസിക്കാൻ പറ്റില്ല, എനിക്ക് ഏട്ടത്തിയുടെ സ്വഭാവം നല്ലോണം അറിയാം, ഏട്ടത്തിയുടെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറാം എന്നൊക്കെ നമ്മുടെ ജലജ ദേവ്യാനിയെ പറ്റി പറയുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി എന്തൊക്കെയാകും നടക്കാൻ പോകുന്നത്? അവസാനം നമ്മുടെ പത്തരമാറ്റില് പുത്തൻ പ്രൊമോയിൽ നമ്മുടെ ആദർശ് ജ്വല്ലറി പോകുമ്പോൾ നമ്മുടെ ആ ജ്വല്ലറിയിലേക്ക് നമ്മുടെ നയന ഭയങ്കര ടേസ്റ്റുള്ള കുറേ ആദർശിന് ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇങ്ങനെ വിളമ്പി കൊടുക്കുന്ന ദൃശ്യങ്ങളും ആദർശിന് ഇങ്ങനെ എന്താ പറയുക ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്ന ഒരു മുഹൂർത്തങ്ങളും തന്നെ കേട്ടോ നമുക്ക് പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.